എല്ലാവരും കുറച്ച് ഇമോഷണലാണ് ആക്ച്വലി. അത് ബാക്കിയുള്ളവർക്കെല്ലാം അത്തരത്തിലായാൽ നമ്മളെ ഉദ്യമം വിജയിച്ചു. 6 4 വർഷം. കൊള്ളാം, നല്ല 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 സുഖമുണ്ട്. ഉണ്ട്. പെർട്ടിക്കുലർ ഇൻസിഡൻറ്റ് നമ്മൾ തന്നെ പറയുന്നത് ശരിയല്ല. നമ്മൾ പലപ്പോഴും അത് റദ്ദ് ചെയ്യുന്നുമില്ല. പക്ഷേ ഒരുപാട് ഭൂസമരങ്ങൾ നമ്മളിതിൽ അടയാളപ്പെടുന്നുണ്ട്. തോറ്റുപോയ കുറേ ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ള സിനിമ കൂടെയാണത്. ഏതാ? ടൊവി ഓസ്ട്രേലിയയിലാണ്. അവൻ ഒരു ഫാമിലി ആയിട്ട് പോയിരിക്കുക. നേരത്തെ പ്ലാൻ ചെയ്തതാണ്, പെട്ടെന്ന് പ്ലാൻ ചെയ്തതല്ല. അവൻ വരും. സിനിമയിലൊരു ഹാപ്പി എൻഡിങ് ഇതാണ് കണ്ടിരിക്കുന്നത്. പക്ഷേ നമ്മുടെ കേരളത്തിൽ നടന്നിരുന്ന സമരങ്ങളിൽ അത് ഹാപ്പി എൻഡിങ് ആണോ എന്ന് ചോദിച്ചാൽ അതൊരു ചോദ്യചിഹ്നമാണ്. ഇപ്പോഴും നീതി കിട്ടാത്ത പല ആൾക്കാരും കോടതി കയറി ഇറങ്ങി കിടക്കുന്നുണ്ട്. കുറേ പേര് മരിച്ചു പോയിട്ടുണ്ട്. അപ്പോൾ ഇപ്പോഴും അതുപോലെ നീതി കിട്ടാത്തവരുണ്ട്. അവർക്ക് ഇതുപോലെ ആരെങ്കിലും രക്ഷപ്പെട്ട് വരും പ്രാർത്ഥിക്കാം. നമ്മൾ മിക്കവരും എന്നോട് ചോദിച്ചു ഇന്നൊരാളെന്നല്ല, നമ്മൾ ആ സമരനായകന്മാർ തന്നെ ഇപ്പോൾ ജാനു മാമും അജിത മാമും അതുപോലെ ഗൗരിയമ്മയാണെങ്കിലും അങ്ങനെ കുറേ പേര് നമ്മൾ നോക്കിയിട്ടുണ്ട്. സമരം നമ്മൾ ജാനു മാമിനെ കുറച്ച് കൂടുതൽ റെഫർ ചെയ്തിട്ടുണ്ട്. അല്ലാതെ അതേ ഇത് തന്നെയാണ് നമ്മൾ ഒരുക്കുന്നത്. കാരണം ഇതൊരു ബയോപിക് അല്ല. ഒരു സിനിമാറ്റിക് ഫ്രീഡം എന്തായാലും ഡയറക്ടറും ടീമും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് അങ്ങനെ കാണുന്നതായിരിക്കും. എല്ലാവരും പറഞ്ഞ പോലെ തന്നെ ഇത് നമ്മളൊരു കൂട്ടായ്മയായിട്ട് വർക്ക് ചെയ്തൊരു സിനിമയാണ് നരിവേട്ട. ഒരുപാട് ഇമോഷണലായിട്ട് നമ്മൾ ഷൂട്ട് ചെയ്യുമ്പോൾ തന്നെ ഒരുപാട് ഇമോഷനും സന്തോഷവും ആ പച്ചയായ മനുഷ്യരുടെ ജീവിതം നമ്മൾക്ക് ഇതിലൂടെ കാണിക്കാൻ പറ്റി എന്നുള്ളതാണ്. ഒരുപാട് പേര് മറന്ന കഥയായിരിക്കും ചിലപ്പോൾ. അതൊന്ന് ഓർമ്മിപ്പിക്കാൻ സാധിച്ചതിൽ നരിവേട്ട ടീമിൻ്റെ ഒരു അംഗമെന്ന നിലയിൽ ഞാൻ എല്ലാവരോടും നന്ദി പറയുന്നു. എല്ലാവരും നരിവേട്ട തിയേറ്ററിൽ തന്നെ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യണം. കാരണം അത്രയും സോൾഫുൾ ആയിട്ടുള്ളൊരു മൂവിയാണ് നരിവേട്ട. സോ ഇനി നിങ്ങൾ വേണം സപ്പോർട്ട് ചെയ്യാൻ, ജനങ്ങളെ തിയേറ്ററിലേക്ക് എത്തിക്കാൻ. താങ്ക് യു. എക്സ്പീരിയൻസ് എന്ന് വെച്ചാൽ നമുക്കിപ്പോൾ ഒരു നല്ലൊരു മൂവിയുടെ ഭാഗമായി ഇപ്പോൾ നമുക്ക് പറയാൻ പറ്റില്ല അതിൻ്റെ വാക്കുകൾ. അതിൻ്റെ ഇമോഷനൊന്നും ഞാൻ ശരിക്കും ഇറങ്ങിയിട്ടില്ല എന്നുള്ളത് ഞാൻ പറയാം. നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. അനുരാജിൻ്റെ ഡയറക്ഷൻ, ക്രൂമേറ്റ് രതീഷ് എല്ലാവരും നമ്മൾ ഒരുപാട് സഹായിച്ചിട്ടുണ്ട് അതിലൂടെ എത്താൻ വേണ്ടിയിട്ട്. നിങ്ങൾ പറയണം ഞാൻ വിജയിച്ചോ അല്ല എൻ്റെ അഭിനയത്തിനെ പറ്റിയാണ്. ബാക്കി ടോവി അവരൊക്കെ നമുക്ക് പറയാം. ചേരൻ സാറ്, സുരാജ് സാറ്, എല്ലാവരും സാർ എല്ലാവരും നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. അതെ 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 അതിലൂടെ കടന്നു പോകുമ്പോൾ ഇത്രയും ഭീകരമായിരുന്നു അവരെ അനുഭവിച്ച കാര്യങ്ങൾ എന്ന് നമ്മൾ ചിന്തിക്കുന്നുണ്ട്. നമ്മളൊക്കെ ഞാനൊക്കെ ചെറുതിലെ അത് വായിച്ചറിഞ്ഞു പോയതേ ഉള്ളൂ. ഇത്രയും ഭീകരമാണ് ഇതിൻ്റെ അവസ്ഥയെന്ന് നമ്മൾ അറിയില്ലായിരുന്നു. അപ്പം ഇത് കണ്ടപ്പോൾ ഓരോ മൂവികളെല്ലാം നമ്മളൊന്ന് പുനർചിന്തനം തന്നെ ഒരു സംഭവമാണല്ലോ. നല്ലൊരു എക്സ്പീരിയൻസ് കാണുമ്പോൾ ഉണ്ടാകുന്നൊരു മൊമെൻ്റ് നല്ല മൊമെൻ്റാണ് ഞാൻ ആസ്വദിക്കുന്നത്. ഈ സാധാരണക്കാരൻ്റെ പ്രതിഷേധമായിട്ടാണോ ഈ സിനിമയെ കാണേണ്ടത്? ഇല്ല, അങ്ങനെ മാത്രമായിട്ട് എടുക്കേണ്ടതില്ല. ഒരു സിനിമ എന്ന നിലയ്ക്ക് ഇതിനെ കാണുക. നമ്മൾ സൗകര്യപൂർവ്വം മറന്ന കുറച്ച് കാര്യങ്ങൾ ഇതിലൊക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അത് പ്രേക്ഷകർക്ക് വിട്ടിരിക്കുകയാണ്. കുറച്ചും കൂടി റീഡിങ്ങിന് വേണ്ടി വിട്ടിരിക്കുകയാണ് പ്രേക്ഷകർക്ക്. ആൾക്കാർ കാണട്ടെ, വിലയിരുത്തട്ടെ, അഭിപ്രായങ്ങൾ പറയട്ടെ. ഈ സിനിമ കണ്ടതിന് ശേഷം പല ആൾക്കാരും മാറ്റി ചിന്തിക്കാൻ ഇടവരുന്ന രീതിയിൽ മാറ്റി ചിന്തിക്കാൻ ഇടവരുന്ന രീതിയിൽ കാര്യങ്ങൾ എടുക്കുമെന്ന് വിചാരിക്കുന്നുണ്ട്. ഈ സിനിമ കണ്ടതിന് ശേഷം പലരുടെ അഭിപ്രായങ്ങൾ മാറാനോ അല്ലെങ്കിൽ പുതിയ തീരുമാനങ്ങൾ എടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രചോദനമാണെന്ന് വിചാരിക്കുന്നുണ്ട്. അങ്ങനെയൊക്കെ ആവുമെന്ന് എനിക്ക് സംശയമുണ്ട്. ഇത് നമ്മളൊരു കാര്യത്തെ അടയാളപ്പെടുത്തിയാണ്. അത് അങ്ങനെ മാറ്റങ്ങളൊന്നും സിനിമയ്ക്ക് പെട്ടെന്ന് അങ്ങനെ ഒരു സിനിമ കൊണ്ടൊന്നും നമ്മളെ സിസ്റ്റത്തിനെ മാറ്റാനൊന്നും പറ്റത്തില്ല. നമുക്ക് പറയാനുള്ളത് നമ്മുടെ ആർട്ട് ഫോർമാറ്റിൽ വെച്ച് നമ്മൾ പറയുന്നു. സ്ട്രെയിറ്റ് ആയിട്ട് പൊളിറ്റിക്സ് പറയുമ്പോൾ പലപ്പോഴും കാണാറുള്ളത് കത്തി വെക്കുന്നൊരു പരിപാടി വരുന്നുണ്ട്. അപ്പം അതിൽ വിശ്വസിക്കുന്നുണ്ടോ? ആവിഷ്കാര സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് കുറച്ചും കൂടി ലിബർട്ടി അർഹിക്കുന്ന ഒരു കാര്യമാണ്. അതാത് കമ്മിറ്റികൾ അല്ലെങ്കിൽ അതാത് സംവിധാനങ്ങൾ അത് പരിശോധിക്കപ്പെടേണ്ടതുണ്ട്. കുറച്ചും കൂടി ലിബറേഷൻ നമുക്ക്
ആർട്ടിലേക്ക് തന്നാൽ കുറച്ചും നന്നായിരിക്കും സൊസൈറ്റിക്കും ആകെ മൊത്തത്തിൽ.